ഫ്രീ വീഡിയോ ക്ലാസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറണ്ട് അഫയേഴ്സ് സെക്ഷൻ. നമ്മളിന്ന് നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് കാണാനായിട്ട് പോകുന്നത്. നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ദ സെക്കൻഡ് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ടു വിസിറ്റ് ഇന്ത്യ. ഇന്ത്യ സന്ദർശിക്കുന്ന രണ്ടാമത്തെ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആരാണ്? നമ്മുടെ ഉത്തരം ബെഞ്ചമിൻ നെതന്യാഹു. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇപ്പോഴും ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം 2018 ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഈ സന്ദർശനത്തിൻ്റെ പ്രത്യേകത എന്താണ്? സെക്കൻഡ് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ടു വിസിറ്റ് ഇന്ത്യ. അതാണ് ബെഞ്ചമിൻ നെതന്യാഹു. അപ്പൊ ആ ചോദ്യത്തിൽ തന്നെ മറ്റൊരു ഫാക്ട് ഉണ്ട്. ഫസ്റ്റ് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ടു വിസിറ്റ് ഇന്ത്യ അതാരായിരുന്നു? അത് ഏരിയൽ ഷാരോൺ ആണ്. ഏരിയൽ ഷാരോൺ ഇൻ ദ ഇയർ 2003. സോ രണ്ട് ഫാക്ട്സ് നമ്മൾ കണ്ടു. 2018 ഇന്ത്യ വിസിറ്റ് ചെയ്ത ഇസ്രായേലി പ്രൈം മിനിസ്റ്ററാണ് ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹം ഇപ്പോഴും ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററാണ്. ദെൻ ഫസ്റ്റ് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ടു വിസിറ്റ് ഇന്ത്യ അത് ഏരിയൽ ഷാരോൺ ആണ് ഇൻ ദ ഇയർ 2003. അപ്പോൾ ഇസ്രായേലിന്റെ പ്രസിഡന്റ് റൂവൻ റിവ്ലിൻ ആണ്. അപ്പോൾ നമ്മൾ എന്തിനാ ഈ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ ഇസ്രായേലിന്റെ കാര്യം പറയുന്നത്? ഇസ്രായേലിൻ പ്രൈം മിനിസ്റ്ററായ ബെഞ്ചമിൻ നെതന്യാഹു 2018 ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ട് അദ്ദേഹം 9 മെമ്മോറാണ്ടം ഓഫ് അണ്ടർടേക്കിങ്സ് ഒപ്പ് ഇട്ടിരുന്നു. 9 എഗ്രിമെന്റ്സ് ഇന്ത്യയുമായിട്ട് സൈൻ ചെയ്തു. 2018 ഇന്ത്യ ഇസ്രായേൽ സൈൻഡ് 9 MOUs. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു വരുന്നതിന് മുമ്പായിട്ട് 2017 അവർ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിസിറ്റഡ് ഇസ്രായേൽ. അതിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് അതിന്റെ പ്രത്യേകത? ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആണ് ശ്രീ നരേന്ദ്രമോദി. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ടു വിസിറ്റ് ഇസ്രായേൽ അതാരാണ്? ശ്രീ നരേന്ദ്രമോദിയാണ്. ഇൻ ദ ഇയർ 2017 അന്ന് പോയപ്പോൾ ഇന്ത്യയും ഇസ്രായേലുമായിട്ട് 2017 7 MOUs മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് 7 MOUs ആണ് 2017 ഇന്ത്യയും ഇസ്രായേലുമായിട്ട് ഒപ്പിട്ടത്. അപ്പോൾ 2018 9 എണ്ണം. ഇപ്പൊ 2018 9ഉം 2017 7 എണ്ണവും. ഓക്കെ, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ പോയിന്റ്സും കൂടെ ഉണ്ട്. അതിലോട്ട് കടക്കാം. ശ്രീ ബെഞ്ചമിൻ നെതന്യാഹു ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഡൽഹിയിലെ ഒരു സ്മാരകം സന്ദർശിച്ചിരുന്നു. ആ സ്മാരകം ആണ് തീൻ മൂർത്തി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തീൻമൂർത്തി ചൗക്ക്, ന്യൂഡൽഹിയിലാണ്. സോ തീൻമൂർത്തി ചൗക്കുമായി ബന്ധപ്പെട്ട ഒരു ഫാക്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ തീൻമൂർത്തി എന്ന് പറയുമ്പോൾ 3 മൂർത്തികൾ അല്ലേ, അവിടെ 3 സ്റ്റാച്യൂസ് ഉണ്ട്. ആ സ്റ്റാച്യൂസ് ജോധ്പൂർ, ഹൈദരാബാദ്, മൈസൂർ. ജോധ്പൂർ, ഹൈദരാബാദ്, മൈസൂർ എന്നീ 3 സ്ഥലങ്ങളിലുള്ള ലാൻസേഴ്സ് എന്ന് പറയുമ്പോൾ കുതിരപ്പടയാളികൾ, ലാൻസേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന മൂർത്തികളാണ് ഈ തീൻമൂർത്തി. അപ്പൊ എന്തുകൊണ്ട് ന്യൂഡൽഹിയിൽ ആ തീൻമൂർത്തി വന്നു? 1918 അതായത് ഫസ്റ്റ് വേൾഡ് വാറിന്റെ അവസാന കാലഘട്ടമാണ്. 1918 സെപ്റ്റംബർ മാസം 23-ാം തീയതി ഒരു യുദ്ധം നടന്നു. ആ യുദ്ധം നടന്നത് ഇസ്രായേലിന്റെ ഇന്നത്തെ ഒരു പോർട്ട് സിറ്റിയായ ഹൈഫ ഇസ്രായേലിന്റെ ഇന്നത്തെ പോർട്ട് സിറ്റിയായ ഹൈഫയിൽ വെച്ചായിരുന്നു. അപ്പൊ ഈ ഹൈഫ അന്ന് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മേഖലയാണ്, പോർട്ട് സിറ്റിയാണ്. അന്ന് ഇസ്രായേലിന് വേണ്ടി, ഇസ്രായേൽ എന്ന് പറയുമ്പോൾ അന്ന് അത് ബ്രിട്ടീഷ് ഒക്യുപ്പൈഡ് ടെറിട്ടറി, ആ ബ്രിട്ടീഷ് ഒക്യുപ്പൈഡ് ടെറിട്ടറി അവര് ടർക്കിഷ് ആർമി ആയിട്ടുള്ള ഫൈറ്റ് അവിടെ നടക്കുവാണ്. അപ്പൊ ഈ ടർക്കിഷ് ആർമിയുടെ കീഴിലായിരുന്നു ഹൈഫ. പക്ഷെ ബ്രിട്ടീഷുകാർക്ക് ഹൈഫ എന്ന് പറയുന്നത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്ലേസും ആയിരുന്നു. ഈ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഹൈഫ ടർക്കിഷ് ആർമിയിൽ നിന്നും തിരികെ പിടിക്കുവാനായിട്ട് ജീവത്യാഗം ചെയ്ത കുതിരപ്പടയാളികളാണ് ഈ 3 സ്ഥലങ്ങളിൽ നിന്ന് പോയ കുതിരപ്പടയാളികൾ. അപ്പോൾ ആ ലാൻസേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്മാരകമാണ് തീൻമൂർത്തി ചൗക്കിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ തീൻമൂർത്തി ചൗക്കിൽ ബെഞ്ചമിൻ നെതന്യാഹു വിസിറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ വിസിറ്റുമായി അനുബന്ധിച്ച് ഇതിന്റെ പേര് മാറ്റി. ഇന്ന് അത് അറിയപ്പെടുന്നത് തീൻമൂർത്തി
ഹൈഫ, തീൻമൂർത്തി ഹൈഫ ചൗക്ക് എന്നാണ്. അപ്പോൾ ആരുടെ വിസിറ്റിന് ശേഷമാണ് തീൻമൂർത്തി ചൗക്കിനെ തീൻമൂർത്തി ഹൈഫ ചൗക്കാക്കി പുനർനാമകരണം ചെയ്തത്? അത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിസിറ്റിനോട് അനുബന്ധിച്ചാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നിന്നും ഈ ഹൈഫ, വേർ ഈസ് ഹൈഫ എന്ന ചോദ്യത്തിന് എന്താണ് ഉത്തരം? അത് ഇസ്രായേലിലാണ്. അപ്പോൾ എന്നാണ് ഹൈഫ വാർ ഉണ്ടായത്? അത് 1918 സെപ്റ്റംബർ 23 ഈ സെപ്റ്റംബർ 23 ആണ് ഹൈഫ ഡേ ആയിട്ട് ആചരിക്കുന്നത്. സോ ബെഞ്ചമിൻ നെതന്യാഹു ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഹി ഈസ് ദ സെക്കൻഡ് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ടു വിസിറ്റ് ഇന്ത്യ ആഫ്റ്റർ ഏരിയൽ ഷാരോൺ. രണ്ടാമത്തെ പോയിന്റ്, ഇദ്ദേഹം ഇന്ത്യയിൽ വന്ന് 9 MOUs ആണ് ഇന്ത്യയുമായിട്ട് ഇസ്രായേൽ ഈ വർഷം 2018 ഒപ്പിട്ടത്. എന്നാൽ 2017 7 അതിനുശേഷം നമ്മൾ ഒരു സ്ഥലം കണ്ടു, തീൻമൂർത്തി ചൗക്ക് കണ്ടു. ഇന്നത് അറിയപ്പെടുന്നത് തീൻമൂർത്തി ഹൈഫ ചൗക്ക് എന്നാണ്. എന്നാൽ ഈ ഹൈഫ എവിടെയാണ്? അത് ഇസ്രായേലിലെ ഒരു പോർട്ട് സിറ്റിയാണ്. അപ്പൊ അതിന്റെ ആ ഹിസ്റ്ററിയൊക്കെ നമ്മൾ കണ്ടു. ഇതുമായി ബന്ധപ്പെട്ട് 2 ഫാക്ട്സും കൂടെ ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഈ ഹൈഫ എവിടെയുള്ളതാണ്? അത് ഇസ്രായേലിലാണ്. അത് മാത്രമല്ല ഹൈഫ ഡേ എന്നാണ് സെപ്റ്റംബർ 23. ഹൈഫ വാർ നടന്നത് 1918 സെപ്റ്റംബർ മാസം 23 Then the second point related to Benjamin Netanyahu is Raisina dialogue. Raisina dialogue. എന്താണ് ഈ റെയ്സിന ഡയലോഗ്? ഇത് ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ വെച്ച് ചേരുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ കോൺഫറൻസ് ആണ് റെയ്സിന ഡയലോഗ്. So Raisina dialogue is a geopolitical conference that is conducted in India. അപ്പോൾ Raisina dialogue-ന്റെ 3rd edition ഉദ്ഘാടനം ചെയ്ത വ്യക്തി ആരാണ്? അത് ബെഞ്ചമിൻ നെതന്യാഹു ആണ്. സോ ബെഞ്ചമിൻ നെതന്യാഹു ഇനോഗറേറ്റഡ് ദ 3rd edition of Raisina dialogue that was held in New Delhi. ഇപ്പോൾ 2 കാര്യങ്ങൾ ഈ വർഷം നടന്ന ബെഞ്ചമിൻ നെതന്യാഹുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. മൂന്നാമത്തെ പോയിന്റ്, I create എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ ഹബ്ബാണ്. ഐക്രിയേറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ ഹബ്ബാണ്. അത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഇനോഗ്രേഷൻ നടത്തിയത് അവർ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവും കൂടെ ചേർന്നാണ്. സോ ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിസിറ്റുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ വന്ന ഒരു ടേമാണ് ഈ ഐക്രിയേറ്റ്. സോ വാട്ട് ഈസ് ഐക്രിയേറ്റ്? ഐക്രിയേറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ ഹബ്ബാണ്. അപ്പൊ ഇത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് അവർ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പ്ലസ് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു. Then the 4th important point is I4F. എന്താണ് ഈ I4F? I4F എന്ന് പറയുമ്പോൾ 4 I അതിലുണ്ടെന്നാണ്. അപ്പോൾ I4F എന്ന് പറയുന്നത് ഇന്ത്യ, ഇസ്രായേലി, ഇൻഡസ്ട്രിയൽ, R&D ആൻഡ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഫണ്ട്. അതാണ് I4F. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഇന്ത്യ, ഇസ്രായേലി, ഇൻഡസ്ട്രിയൽ, R&D ആൻഡ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഫണ്ട്, I4F. നമ്മുടെ ചോദ്യം ഇതാണ്, I4F ഈസ് റിലേറ്റഡ് ടു ദ ബൈലാറ്ററൽ റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി? I4F എന്ന് പറയുന്നത് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടുള്ള ഒരു ബൈലാറ്ററൽ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് വാർത്തകളിൽ നിറഞ്ഞ ഒരു ടേമാണ്. നമ്മുടെ ഉത്തരമാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലും ഇന്ത്യയും 2017 ഒപ്പിട്ട 7 MOUs ഇല്ലേ, അതിലൊന്നാണ് ഈ I4F. സോ I4F, again I repeat, ഇന്ത്യ ഇസ്രായേലി ഇൻഡസ്ട്രിയൽ R&D ആൻഡ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഫണ്ടാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഇസ്രായേല് നമുക്ക് ഇന്ത്യയിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, എസ്പെഷ്യലി വാട്ടർ, എൻവയോൺമെന്റ്, ഫാമിംഗ് ഇതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിൽ R&D ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട് ഫണ്ടിങ് ആര് തരും? അത് ഇസ്രായേൽ തരും. സോ 4 ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമ്മൾ കണ്ടു. ഒന്നെന്താണ് നമ്മുടെ ചോദ്യം? സെക്കൻഡ്, ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ടു വിസിറ്റ് ഇന്ത്യ ആരാണ്? ബെഞ്ചമിൻ നെതന്യാഹു. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? റെയ്സിന ഡയലോഗ്. നമ്മൾ അതിന് മുമ്പേ പഠിച്ച പോയിന്റ് ഒരു വാർ ആണ് അല്ലേ, ഹൈഫ വാർ 1918 സെപ്റ്റംബർ 23. ഹൈഫ ഡേ സെപ്റ്റംബർ 23 ആണ്. തീൻമൂർത്തി ചൗക്ക് ഇന്ന് തീൻമൂർത്തി ഹൈഫ ചൗക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് ആരുടെ വിസിറ്റിന് ശേഷമാണ്? ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിസിറ്റിന് ശേഷമാണ്. പിന്നെ 3rd എഡിഷൻ ഓഫ് റെയ്സിന ഡയലോഗിലോട്ട് വന്നു. റെയ്സിന ഡയലോഗ് നമുക്കറിയാം, അതൊരു ജിയോ പൊളിറ്റിക്കൽ കോൺഫറൻസ് ആണ് ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുന്ന. ആ 3rd റെയ്സിന ഡയലോഗ് ഇനോഗ്രേറ്റ് ചെയ്തത് ആരാണ്? ബെഞ്ചമിൻ നെതന്യാഹു ആണ്.
ഹബ്ബാണ്. അതിനുശേഷം നമ്മൾ ഐക്രിയേറ്റ് കണ്ടു. ഐക്രിയേറ്റ് എവിടെയാണ്? അത് അഹമ്മദാബാദിലാണ്, ഗുജറാത്തിൽ. അപ്പോൾ ഇത് എന്താണ് ഇത്? ഐക്രിയേറ്റ് ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ ഹബ്ബാണ്. ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് ബെഞ്ചമിൻ നെതന്യാഹുവും പിന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും ചേർന്നാണ്. അതിനുശേഷം നമ്മൾ കണ്ടത് ഒരു I4F ആണ്. സോ I4F ഈസ് ഒരു പ്ലാറ്റ്ഫോം ആണ്. ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേലി കമ്പനീസ് ഓർ ഇസ്രായേലി ഗവൺമെന്റ് നമ്മുടെ R&D ഫെസിലിറ്റീസിന് ഫണ്ടിങ് തരുന്നത്. അപ്പോൾ I4F ഈസ് റിലേറ്റഡ് ടു ദ ബൈലാറ്ററൽ റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി? ഇസ്രായേലാണ്. ഇനി ഇസ്രായേലിന്റെ പ്രസിഡന്റ് ആരാണ്? റൂവൻ റിവ്ലിനാണ്. ബറാക്കേറ്റ് എന്താണ്? ബറാക്കേറ്റ് ഒരു സർഫസ് ടു എയർ മിസൈലാണ് ബറാക്കേറ്റ്. അപ്പോൾ ഇന്ത്യൻ ആർമി ഇന്ന് ഇത് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആരിൽ നിന്നാണ് നമ്മൾ ബറാക്കേറ്റ് പർച്ചേസ് ചെയ്യുന്നത്? ഇസ്രായേലിൽ നിന്നാണ്. സോ ബറാക്കേറ്റ് വിച്ച് ദ ഇന്ത്യൻ ആർമി യൂസസ്, അതിൻ്റെ ഒറിജിൻ എവിടെയാണ്? അത് ഇസ്രായേലാണ് ഇന്ത്യക്ക് ബറാക്കേറ്റ് എന്ന മിസൈൽ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് എ സർഫസ് ടു എയർ മിസൈൽ. അപ്പോൾ ഈ ബറാക്കേറ്റിൻ്റെ ഹീബ്രു ഭാഷയിലുള്ള അർത്ഥം ലൈറ്റ്നിങ് എന്നാണ്. ലൈറ്റ്നിങ്. Then Derby beyond visual range. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലാണ് ഡെർബി. ഇതൊരു എയർ ടു എയർ മിസൈലാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ഉണ്ട്, അതാണ് തേജസ്. അപ്പോൾ ഈ തേജസ്സിൽ നിന്ന് ടെസ്റ്റ് ഫയർസിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ് ഡെർബി. ഈ ഡെർബി നമുക്ക് നൽകുന്ന രാജ്യം ഏതാണ്? അത് ഇസ്രായേലാണ്. സോ ഈ രണ്ട് മിസൈൽസും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഒന്ന് ബറാക്കേറ്റ് ആരുടെ കോൺട്രിബ്യൂഷനാണ്? ഇസ്രായേലിൻ്റെതാണ്. ദെൻ ഡെർബി ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ ആരുടെ കോൺട്രിബ്യൂഷനാണ്? അതും ഇസ്രായേലി ആർമിയുടെ, ഇസ്രായേലി എയറോസ്പേസിന്റെ കോൺട്രിബ്യൂഷനാണ്. ബറാക്കേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഹീബ്രു ഭാഷയിൽ ലൈറ്റ്നിങ് എന്നാണ്, മിന്നൽ, ലൈറ്റ്നിങ് എന്നാണ്. ദെൻ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നമസ്തേ ഷാലോം. എന്താണ് ഈ നമസ്തേ ഷാലോം? ഇതൊരു മാഗസിനാണ്. മുംബൈ അറ്റാക്സിൽ ഒരുപാട് ജ്യൂസ് വധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം മുംബൈയിൽ പോയിരുന്നു. അപ്പോൾ ആ മുംബൈയിൽ അദ്ദേഹം വിസിറ്റ് ചെയ്തതിനോട് അനുബന്ധിച്ച് പുറത്തിറങ്ങിയ ഒരു മാഗസിനാണ് നമസ്തേ ഷാലോം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: നമസ്തേ ഷാലോം ഈസ് എ ജേർണൽ ഓർ എ മാഗസിൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദി ബൈലാറ്ററൽ റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി? നമ്മുടെ ഉത്തരമാണ് ഇസ്രായേൽ. ഇന്ത്യ ഇസ്രായേൽ നയതന്ത്ര ബന്ധം, ബൈലാറ്ററൽ റിലേഷൻ, അതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു മാഗസിനാണ് നമസ്തേ ഷാലോം. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. സെക്കൻഡ് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ടു വിസിറ്റ് ഇന്ത്യ നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു ആണ്. അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. Now let us move to the next question. The question is venue of CHOGM 2018. CHOGM 2018 വെന്യൂ ഏതെന്നാണ് ചോദ്യം. എന്താണ് ഈ CHOGM എന്ന് പറയുന്നത്? കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ്. കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ്, അതാണ് ചോഗം. അപ്പോൾ ചോഗം 2018 വേദി. നമ്മുടെ ഉത്തരമാണ് യുണൈറ്റഡ് കിങ്ഡം. അപ്പോൾ CHOGM മീറ്റിംഗ്, അതായത് ചോഗം മീറ്റിംഗ് സാധാരണ നടക്കുന്നത് 2 വർഷത്തിൽ ഒരിക്കലാണ്. കഴിഞ്ഞ ചോഗം നടന്നത് 2015 ആ 2015 മാൾട്ടയിൽ വെച്ചായിരുന്നു, മാൾട്ട. അപ്പോൾ അതിനുശേഷം നടക്കേണ്ടത് എപ്പോഴാണ്? 2017 പക്ഷെ 2017 നടന്നില്ല, 2018 നടന്നത്. അതെന്തുകൊണ്ടാ? 2017 അവർ ഫിക്സ് ചെയ്തിരുന്ന സ്ഥലം വനൗത്തുവായിരുന്നു. വനൗത്തു. അപ്പോൾ ഈ വനൗത്തുവിലാണ് 2017 ഫിക്സ് ചെയ്തിരുന്നത്. പക്ഷേ വനൗത്തുവിൽ ഒരു കൊടുങ്കാറ്റ് വീശിയിരുന്നു, പാം ചുഴലിക്കാറ്റ്. ഈ പാം ചുഴലിക്കാറ്റിന്റെ ഡീവാസ്റ്റേഷനിൽ നിന്നും വനൗത്തുവിനെ റിക്കവർ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം അതുകൊണ്ട് അവർ വേദി ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയാണ് 2017 അത് നടക്കാതെ 2018 നടന്നത്. അപ്പോൾ 2018 വേദി ഏതായിരുന്നു? അത് UK ആണ്, യുണൈറ്റഡ് കിങ്ഡത്തിൽ വിൻഡ്സോർ ലണ്ടൻ. അപ്പോൾ നിങ്ങൾ ചോഗം 2018 വേദി നമ്മുടെ ഉത്തരമാണ് യുകെയിലുള്ള ലണ്ടൻ. യുകെയിലെ ലണ്ടനിലാണ്. അപ്പൊ യുണൈറ്റഡ് കിങ്ഡം ആണ് നമ്മുടെ ഉത്തരം. ശരിക്കും നടക്കേണ്ടിയിരുന്നത് എവിടെയായിരുന്നു? അത് വനൗത്തുവിൽ വെച്ചായിരുന്നു. പക്ഷെ വനൗത്തുവിന് 2017 അത് നടത്താനായിട്ട് പറ്റിയില്ല. ദെൻ ഇനി അടുത്ത ചോദ്യം എപ്പോഴാണ്? അത് 2020 ഇപ്പൊ അവിടെയുണ്ട് ചെറിയൊരു പ്രശ്നം. 2020 മലേഷ്യയിൽ വെച്ച് നടത്താനാണ് പ്ലാൻ ചെയ്തിരുന്നത്. മലേഷ്യ
എന്നാൽ മലേഷ്യയിൽ നടത്തുവാനായിട്ട് അസൗകര്യം ഉണ്ടെന്ന് അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ്സ് അറിയിച്ചു. അപ്പോൾ അതിനെ തുടർന്ന് വേദി വീണ്ടും മലേഷ്യയിൽ നിന്ന് മാറ്റി. അപ്പോൾ പുതിയ വേദിയാണ് റുവാണ്ട. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ വരുത്താതെ പഠിക്കുക. 2015 മാൾട്ടയായിരുന്നു. ഒരു ബൈ എനിയൽ ഈവന്റ് ആയതുകൊണ്ട് 2017 വരേണ്ടതാണ്. പക്ഷേ 2017 പ്ലാൻ ചെയ്തിരുന്നു അവർ വനൗത്തുവിൽ വെച്ച്. വനൗത്തുവിൽ നടത്താൻ പറ്റാത്തത് കൊണ്ട് 18 അപ്പോൾ 18 ചോഗ മീറ്റിംഗ് നടന്നത് എവിടെയാണ്? അത് യുണൈറ്റഡ് കിങ്ഡത്തിലാണ്. ഇതിന് അടുത്ത ചോഗ എപ്പോഴാണ്? 2020 അത് പ്ലാൻ ചെയ്തിരുന്നത് എവിടെയാണ്? മലേഷ്യയിലാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ മലേഷ്യൻ സർക്കാർ അതിന് അസൗകര്യം അറിയിച്ചതിനെ തുടർന്ന് ഇപ്പോഴുള്ള വേദി ഏതാണ്? റുവാണ്ട. അപ്പോൾ 2020 എന്ന് കേൾക്കുമ്പോൾ, ചോഗ മീറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കുക. മലേഷ്യ ആയിരുന്നു പ്ലാൻഡ് ആയിട്ടുള്ള ഹോസ്റ്റ് നേഷൻ. പക്ഷേ അവരുടെ അസൗകര്യത്തെ തുടർന്ന് ഏതായി മാറി? അത് റുവാണ്ടയായിട്ട് മാറി. 2018 ചോഗ മീറ്റിംഗിൽ ഇന്ത്യ റെപ്രസെന്റ് ചെയ്ത് പോയ വ്യക്തി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ചോഗ മീറ്റിംഗിൽ 2018 പോയത് നരേന്ദ്രമോദി, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭാഗത്തു നിന്നും. പക്ഷേ 9 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഏതിൽ പങ്കെടുക്കുന്നത്? ചോഗ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ടു വിസിറ്റ് അല്ലെങ്കിൽ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ചോഗ മീറ്റിംഗ് ആരായിരുന്നു? അത് 2009 അന്ന് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് ആയിരുന്നു. 2009 മൻമോഹൻ സിംഗ് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിൽ വെച്ച് നടന്ന 2009 ചോഗത്തിൽ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് പങ്കെടുത്തിരുന്നു. അതിനുശേഷം 2018 നടന്ന UK വെച്ച് നടന്ന ചോഗത്തിലാണ് പിന്നീട് ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പങ്കെടുക്കുന്നത്. അത് ശ്രീ നരേന്ദ്ര മോദിയാണ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പഠിച്ചെടുക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രാജ്യം UK ആണ് അല്ലേ? UK എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ രണ്ട് കാര്യങ്ങൾ ഓർമ്മ വരിക ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ. ഒന്ന്, ലോൺലിനെസ്സിന് വേണ്ടിയിട്ട് ഒരു മിനിസ്ട്രി രൂപീകരിക്കുന്ന ആദ്യത്തെ രാജ്യമാണ് യുണൈറ്റഡ് കിങ്ഡം. So the first country in the world to create a separate ministry for loneliness അതേതാണ്? UK ആണ്. അപ്പോൾ ആ ലോൺലിനെസ്സിന് വേണ്ടിയിട്ട് അവിടെ അപ്പോയിന്റഡ് ആയ വ്യക്തി മിനിസ്റ്ററാണ് ട്രേസി ക്രൗച്ച്. സോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഒന്ന്, ലോൺലിനെസ്സിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക മിനിസ്ട്രി രൂപീകരിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം UK ആണ്. ആ മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നിയമിതയായത് ട്രേസി ക്രൗച്ച് ആണ്. UKയുടെ പ്രൈം മിനിസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം. അതാരാണ്? അത് തെരേസ മെയ് ആണ്. കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡറാണ് തെരേസ മെയ്. ദെൻ ഇനി UK എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടി വരേണ്ട മറ്റൊരു ഫാക്ട്, 2017 സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ്. എന്താണ് ഈ സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ്? അത് ഹോക്കിയുമായി ബന്ധപ്പെട്ട ഒരു ടൂർണമെന്റ് ആണ് സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ്. ആ സ്ഥിരം നടക്കുന്ന എവിടെയാണ്? മലേഷ്യയിലാണ്. അവിടെ ഒരു സ്റ്റേഡിയം സുൽത്താൻ അസ്ലാൻ സ്റ്റേഡിയം. ആ സുൽത്താൻ അസ്ലാൻ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോ എന്ന സ്ഥലത്താണ്. മലേഷ്യയിലെ ഇപ്പോ എന്ന സ്ഥലത്താണ്. അവിടെ നടക്കുന്ന ടൂർണമെന്റ്, എല്ലാ വർഷവും നടക്കുന്ന ടൂർണമെന്റ് ആണ് സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ്. 2017 സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് നേടിയത് ഗ്രേറ്റ് ബ്രിട്ടൻ ആണ്. സോ UK എന്ന് കേൾക്കുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് UK? ഗ്രേറ്റ് ബ്രിട്ടൻ ഉണ്ട്, ദെൻ നോർത്തേൺ അയർലൻഡ് ഉണ്ട്, സ്കോട്ട്ലൻഡ് ഉണ്ട്, വെയിൽസ് ഉണ്ട് അല്ലേ? ഇതൊക്കെ ചേർന്നതാണ് ഗ്രേറ്റ് ബ്രിട്ടൻ. യുണൈറ്റഡ് കിങ്ഡം. അപ്പോൾ യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായിട്ടുള്ള ഗ്രേറ്റ് ബ്രിട്ടൻ ആണ് 2017
2017 സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ജേതാക്കള്. അപ്പൊ ഇവര് ഈ ടൂർണമെന്റിൽ പരാജയപ്പെടുത്തിയത് ഓസ്ട്രേലിയയാണ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഫാക്റ്റും കൂടെ പഠിച്ചെടുക്കാൻ പറ്റും. 2018 സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് നേടിയത് ആരാണ്? അപ്പോൾ 17 തോറ്റവരാണ് 18 നേടിയത്. 17 തോറ്റത് ആരാണ്? തോറ്റത് ഓസ്ട്രേലിയയാണ്. അപ്പോൾ 18 ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ. അപ്പോൾ ഓസ്ട്രേലിയ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി. ഓർക്കുക, ഒരു പോയിന്റ് കൂടെ ഓർക്കുക, 2017 സുൽത്താൻ അസ്ലാൻ ഷാ കപ്പില് 3-ാം സ്ഥാനം ഫിനിഷ് ചെയ്തത് ആരാണ്? 3-ാം സ്ഥാനം ഫിനിഷ് ചെയ്തത് ഇന്ത്യയാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, UK ബന്ധപ്പെട്ട് നമ്മൾ എന്താ പഠിച്ചത്? ഇവിടെ CHOGM കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ് ആണ് നമ്മൾ പഠിച്ചത്. 2018 വേദി എവിടെയാണ്? അത് UK ആണ്. എന്നാൽ അത് പ്ലാൻ ചെയ്തിരുന്നത് വനൗത്തൂലാണ് 2017. പക്ഷെ അവിടെ പാം ചുഴലിക്കാറ്റിന്റെ ഡീവാസ്റ്റേഷൻ കാരണം അവർ വേദി മാറ്റുവാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ ആ വേദി 2018 എവിടെയായി? അത് UK ആയി. UK ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത് അടുത്ത ചോഗം മീറ്റിംഗ് കണ്ടു അല്ലേ? 2020 ചോഗം അതെവിടെയാണ് പ്ലാൻ ചെയ്തിരുന്നത്? അത് പ്ലാൻ ചെയ്തിരുന്നത് മലേഷ്യയിലായിരുന്നു. പക്ഷേ മലേഷ്യയിൽ നിന്നും ഒരു അസൗകര്യം രേഖപ്പെടുത്തിയതിനെ തുടർന്ന് അത് എങ്ങോട്ടാക്കി മാറ്റി? റുവാണ്ടയിലോട്ടാക്കി മാറ്റി. ദെൻ നമ്മൾ UK എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തോ ഓടി വരണം? ഒരു ലോൺലിനെസ് എന്നൊരു വാക്ക് ഓടി വരണം. ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ടു അപ്പോയിന്റ് എ മിനിസ്ട്രി, സെപ്പറേറ്റ് മിനിസ്ട്രി ഫോർ ലോൺലിനെസ്. അത് ഏത് രാജ്യമാണ്? അത് യുണൈറ്റഡ് കിങ്ഡം ആണ്. യുണൈറ്റഡ് കിങ്ഡത്തിൽ അപ്പൊ ഈ മിനിസ്ട്രി കൈകാര്യം ചെയ്ത ആദ്യ വ്യക്തി ആരായി മാറി? ട്രേസി ക്രൗച്ച്. അതിനുശേഷം നമ്മളൊരു ടൂർണമെന്റ് കണ്ടു അല്ലെ? എന്താണ്? അതൊരു ഹോക്കി ടൂർണമെന്റ് ആണ്, സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ്. ഈ സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ടൂർണമെന്റ് എല്ലാ വർഷവും നടക്കുന്നത് എവിടെയാണ്? അത് മലേഷ്യയിലാണ്. മലേഷ്യയിലെ സുൽത്താൻ അസ്ലാൻ ഷാ സ്റ്റേഡിയം അതിപ്പോ മലേഷ്യയിലാണ്. അപ്പൊ 2017 ഈ സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് നേടിയത് ആരാണ്? അത് നേടിയത് ഗ്രേറ്റ് ബ്രിട്ടൻ ആണ്. ഈ ഗ്രേറ്റ് ബ്രിട്ടൻ ആരെ പരാജയപ്പെടുത്തി? ഗ്രേറ്റ് ബ്രിട്ടൻ ഡിഫീറ്റഡ് ഓസ്ട്രേലിയ. അതിൽ നിന്ന് നിങ്ങൾക്ക് അടുത്ത പോയിന്റ് പഠിക്കാൻ പറ്റും അല്ലെ? ഈ പരാജിതരായിട്ടുള്ള ഓസ്ട്രേലിയയാണ് 2018 സുൽത്താൻ അസ്ലാൻ ഷാ കപ്പുമായിട്ട് പോയത്. അവർ തോൽപ്പിച്ചത് ആരെയാണ്? അവർ തോൽപ്പിച്ചത് ഇംഗ്ലണ്ടിനെയാണ്. 2017 ഈ സുൽത്താൻ അസ്ലാൻ ഷാ കപ്പില് 3-ാമത് ഫിനിഷ് ചെയ്ത രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്.